ഹായ്, ദിസ് ഈസ് ജയ്സൽ അലി, ഡയറക്ടർ ഓഫ് റെഡ് ടീം ഹാക്കർ അക്കാഡമി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഓൺലൈൻ എഡ്യൂക്കേഷനും സൈബർ സെക്യൂരിറ്റി കൺസേൺസുമാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ പാരൻസ് ഏറ്റവും കൂടുതൽ ടെൻഷനായിരുന്നത് ഇത്രയും സ്റ്റുഡൻസിൻ്റെ ഓൺലൈൻ യൂസേജും അഥവാ അവരുടെ ഗാഡ്ജറ്റ്സിലുള്ള അവരുടെ ഉപയോഗവുമായിരുന്നുവെങ്കിൽ ഇന്ന് പാൻഡമിക് സിറ്റുവേഷൻ കാരണം വി ആർ ഫോഴ്സ്ഡ് ടു ഓൺലൈൻ എഡ്യൂക്കേഷൻ ഓർ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോംസ്. സോ വളരെയധികം ചോദ്യങ്ങളുണ്ട് പാരൻസിനും അതുപോലെ ഓൺലൈൻ ട്രെയിനിങ്സ് കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനേഴ്സിനും. ഈ പ്ലാറ്റ്ഫോം സെക്യൂർ ആണോ? വി ആർ ടോക്കിംഗ് അബൌട്ട് സൂം സെക്യൂർ ആണോ? നമ്മൾ പ്ലാറ്റ്ഫോം സെക്യൂർ ആയിട്ടാണോ ഉപയോഗിക്കുന്നത്? നമ്മൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതകളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു വിശകലനം ചെയ്യാം. എങ്ങനെയാണ് ഈ ഒരു സൈബർ സെക്യൂരിറ്റി സ്പേസ് എന്നുള്ളതും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് എന്തെല്ലാം ബെസ്റ്റ് പ്രാക്ടീസസ് ആയിട്ട് ചെയ്യുവാൻ കഴിയും എന്നുള്ളതും. ആദ്യമേ പറയട്ടെ, ഒരു ടെക്നോളജിയെ പേടിച്ചുകൊണ്ട് നമ്മൾ പിന്നോട്ട് പോവുകയല്ല വേണ്ടത്. ബട്ട് നമുക്ക് സെർട്ടൈൻ സ്റ്റെപ്സ് എടുത്തുകൊണ്ട്, എത്രത്തോളം പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്തുകൊണ്ട്, ഇല്ലെങ്കിൽ എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് നമുക്ക് ഈ ടെക്നോളജിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഡെയിലി കേൾക്കുന്ന ന്യൂസസ് ആണ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൻ്റെ മിസ്യൂസ് കൊണ്ട് നടക്കുന്ന ഇഷ്യൂസും അത് എത്രത്തോളം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിന് എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ നിരവധിയായ ന്യൂസുകളിൽ നിന്നും ബ്ലോഗ്സുകളിൽ നിന്നും മറ്റ് പ്ലാറ്റ്ഫോംസിൽ നിന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. എസ്പെഷ്യലി ഐഡൻറ്റിറ്റി തെഫ്റ്റ്. ഒരാളുടെ പേരിൽ വ്യാജേന മറ്റൊരാൾ ആ ഒരു റോൾ ആക്ട് ചെയ്തുകൊണ്ട് മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറുന്നതിനെ കുറിച്ചും, പുറത്തു നിന്നുള്ള ഹാക്കേഴ്സ് ഓർ സൈബർ ക്രിമിനൽസ് ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറുന്നതും അതുവഴി ഡാറ്റ ഹാക്ക് ചെയ്യപ്പെടുന്നതും അവരുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ അത് എഫക്റ്റ് ചെയ്യുന്നതും കുട്ടികളുടെ ജീവിതത്തെ തന്നെ എസ്പെഷ്യലി ഫിഷിംഗ് പോലുള്ള വഴികളിലൂടെ ആളുകളെ ഹാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ന്യൂസുകൾ നമ്മൾക്ക്. സോ വെൻ ഇറ്റ് കംസ് ടു എ പാരൻസ്, നമ്മൾ പാരൻസിൻ്റെ ഇടയിൽ ചർച്ചയാവുന്ന ഒരു വിഷയമാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഗാഡ്ജറ്റ്സ് ഇത് സെക്യൂർഡ് ആണോ, ഇവരെ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. ഓഫ് കോഴ്സ് നമുക്ക് ഒത്തിരി പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഇതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഫോർ ദ പാരൻസ്. ഫസ്റ്റ് വൺ, യു ക്യാൻ യൂസ് എ പാരൻ്റൽ കൺട്രോൾ സൊല്യൂഷൻ. വേൾഡിൽ നിന്ന് ലീഡേഴ്സ് ആയിട്ടുള്ള സെക്യൂരിറ്റി വെൻഡേഴ്സ്, സെക്യൂരിറ്റി പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾ പാരൻ്റൽ കൺട്രോൾസിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സും റിലീസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. പാരൻ്റൽ കൺട്രോൾ സൊല്യൂഷൻ മുഖേന നിങ്ങളുടെ കുട്ടികളുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് അവർക്ക് റെസ്ട്രിക്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. സെർട്ടൈൻ വെബ്സൈറ്റ്, സെർട്ടൈൻ ഡൊമൈൻസിലേക്കുള്ള ആക്സസോ അല്ലെങ്കിൽ സെർട്ടൈൻ വെബ്സൈറ്റുകളിലേക്കുള്ള ആക്സസോ നിങ്ങൾക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ കഴിയും. യു ക്യാൻ ഓൾവേസ് യൂസ് എ പാരൻ്റൽ കൺട്രോൾ സോഫ്റ്റ്വെയർ. രണ്ടാമതായിട്ട്, നിങ്ങളുടെ ഗാഡ്ജറ്റ്സ് ആണ് കുട്ടികൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും, നിങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന ഗാഡ്ജറ്റ്സിലാണെങ്കിൽ പോലും റെസ്ട്രിക്റ്റഡ് ആക്സസ് മാത്രം നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ അവർക്ക് റെസ്ട്രിക്റ്റഡ് ആക്സസ് ഉള്ള ഒരു യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് ആ യൂസേഴ്സിൽ മാത്രമായിട്ട്, ആ ഒരു യൂസർ അക്കൗണ്ട്സുകളിൽ മാത്രമായിട്ട് അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുക. മൂന്നാമതായിട്ട്, വളരെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എൻഡ് പോയിന്റ് സൊല്യൂഷൻസ് അഥവാ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ആൻറ്റി വൈറസ് സൊല്യൂഷൻസുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് വൺ ഓഫ് ദ വേ. നാലാമതായിക്കൊണ്ട്, നിങ്ങളുടെ സിസ്റ്റംസ് അഥവാ ഈ കുട്ടികൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സോ അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസോ അഥവാ അതിനകത്തുള്ള സോഫ്റ്റ്വെയർസോ അപ് ടു ഡേറ്റ് ആണ് എന്നുള്ളത് എൻഷുർ ചെയ്യുക. പല എൻഡ് പോയിന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ എൻഡ് പോയിന്റ് സൊല്യൂഷൻസ് തന്നെ നമ്മൾ അലേർട്ട്സ് തരാറുണ്ട്. യുവർ ആപ്ലിക്കേഷൻ ഈസ് ഔട്ട് ഓഫ് ഡേറ്റ്, പ്ലീസ് അപ്ഡേറ്റ് യുവർ ആപ്ലിക്കേഷൻസ് എന്നുള്ളത്. സോ എപ്പോഴും നിങ്ങളുടെ കുട്ടികൾ യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സിസ്റ്റംസ് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് പാച്ചസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതായിട്ട്, നിങ്ങൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക്, നിങ്ങൾ ഏത് നെറ്റ്വർക്കിലാണോ ഈ ഗാഡ്ജറ്റ്സ് കണക്ട് ചെയ്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അവർ ഹോം നെറ്റ്വർക്ക്സ്, നമുക്ക് നമ്മളുടെ സർവീസ് പ്രൊവൈഡേഴ്സ് തരുന്ന ഹോം നെറ്റ്വർക്ക്സ് സെക്യൂർ ആണോ എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്.
ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈസി ആയി ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഡിഫോൾട്ട് പാസ്വേഡ്സ് ആണോ അതിലുള്ളത്. സോ ലൈക്ക് നിങ്ങൾക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാസ്വേഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ്വർക്ക്സിന് റീകോൺഫിഗർ ചെയ്യുവാൻ കഴിയും. അടുത്തതായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് സർഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർട്ടിക്കുലർലി ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് സെക്യൂർ ആണോ ഓർ ഇറ്റ്സ് ലൈക്ക് എ മലീഷ്യസ് വെബ്സൈറ്റ് ആണോ എന്നുള്ളത് നമുക്ക് സൂചനകൾ തരുന്ന സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. മോസ്റ്റ്ലി എൻഡ് പോയിന്റ് സെക്യൂരിറ്റി, നേരത്തെ പറഞ്ഞ ആൻറ്റി വൈറസ് സൊല്യൂഷൻസ് ഇപ്പോൾ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇത്തരം ഫീച്ചേഴ്സ് കൂടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിലെ തന്നെ വലിയ സൈബർ സെക്യൂരിറ്റി ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ അക്രോസ് ദ ഇന്റർനെറ്റ് നടത്തുന്ന ത്രെറ്റ് ഇൻ്റലിജൻസിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള റിസൾട്ടുകളെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. ലൈക്ക് ഇത് മാലീഷ്യസ് ആണ് ആസ് പെർ അവർ ഐഡൻറ്റിഫിക്കേഷൻ. നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സൈറ്റ് മാലീഷ്യസ് ആണ് ഓർ ഓക്കെ ദിസ് ഈസ് ഫൈൻ ടു യു ക്യാൻ ഈ ഒരു സൈറ്റ് കുറെ കൂടെ നമ്മളുടെ നോംസിന് സെക്യൂർ ആണ് എന്നുള്ള ചെറിയ സൂചനകൾ നമുക്ക് നൽകുന്നതാണ്. അടുത്തതായിട്ട് നമ്മളുടെ കുട്ടികളെയും നമ്മളുടെ ഈ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന നമ്മളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും സൈബർ അവയർനെസ് ട്രെയിനിങ് നൽകുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഹാക്കേഴ്സ് നമ്മളിലേക്ക് എത്തുന്നത്, നമ്മൾ മലീഷ്യസ് ആയിട്ടുള്ള URL എങ്ങനെയാണ് എത്തിപ്പെടുന്നത്, ഇനി ഒരു ഫിഷിംഗ് സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ലെറ്റ്സ് സേ amazon.in amazon.in. പല ഹാക്കേഴ്സും അതിനെ AMASON.in സെയിം വെബ്സൈറ്റിനെ ക്ലോൺ ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ടാവും, നിങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നുണ്ടാവാം. സോ നമുക്ക് ഒരു മാത്രയിൽ കാണാൻ കഴിയുന്നത് ലൈക്ക് ഇറ്റ്സ് എ ജെന്യുവിൻ വെബ്സൈറ്റ് ആൻഡ് നമ്മളുടെ യൂസർ അക്കൗണ്ട്സ് കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണ് അത്തരം സൈറ്റുകളിൽ നിന്ന്. സോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് സൈബർ അവയർനെസ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇത്രയും മെത്തേഡ്സ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് സൈബർ അറ്റാക്സുകളിൽ നിന്നും സൈബർ ക്രിമിനൽസ് അഥവാ ഹാക്കേഴ്സിൽ നിന്നും നമുക്ക് ഒരു പരിധി വരെ നമ്മളുടെ ഗാഡ്ജറ്റ്സിനെയും നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെയും സെക്യൂർ ആക്കി നിർത്താം എന്നുള്ളതാണ്. ആൻഡ് വൺ ഡിസ്ക്ലൈമർ, ഇത്രയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് യു വിൽ ഗെറ്റ് കോംപ്രമൈസ്ഡ്, നിങ്ങളൊരു വിക്ടിം ആവാം. കമ്മിങ് ഇൻ ടു ഇത്രയധികം കുട്ടികൾ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ വരുമ്പോൾ തന്നെ ആനുപാതികമായിട്ടുള്ള ഫാക്കൽറ്റീസ് നമ്മളുടെ എല്ലാം ടീച്ചേഴ്സ് വളരെ കൺസേൺഡ് ആണ് സെക്യൂരിറ്റിയിൽ. ദേ ആർ ഫോഴ്സ്ഡ് ടു ഡു ദ ട്രെയിനിങ് ഓൺലൈൻ. എത്രത്തോളം സെക്യൂർ ആണ്, അവരുടെ പ്രൈവസി എത്രത്തോളം സുരക്ഷിതമാണ്, ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഇനീഷ്യലി മുതൽ കേൾക്കുന്ന കൺസേൺ ആണ് സൂം സെക്യൂർ ആണോ, സൂം ആപ്ലിക്കേഷൻ സെക്യൂർ ആണോ, ഞാൻ സൂം യൂസ് ചെയ്യണോ ലൈക്ക് ഗൂഗിൾ മീറ്റ് ഓർ സിസ്കോ വെബെക്സ് ഓർ ഗോ ടു മീറ്റിംഗ്. ഒട്ടനവധി പ്ലാറ്റ്ഫോംസ് ഇന്ന് അവൈലബിൾ ആണ്. ഇതിൽ ഏതാണ് സെക്യൂർ എന്നുള്ളത് ഇനീഷ്യലി പറയാനുള്ളത് സൂമിൻ്റെ സെക്യൂരിറ്റി ഫ്ലോസ് ഉണ്ടായിരുന്നു. ബട്ട് സൂമിനുള്ളത് പോലെ തന്നെ ടെക്നോളജി പ്രോബ്ലംസ് അല്ലെങ്കിൽ ടെക്നോളജി വൾണറബിലിറ്റീസ് പല പ്ലാറ്റ്ഫോംസിലും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് പാച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ് ടു ഡേറ്റ് വേർഷൻസ് ഈ വെൻഡേഴ്സ് എല്ലാം പുറത്തിറക്കുന്നുമുണ്ട്. നിങ്ങളെല്ലാവരും കേട്ട് കാണും റീസെൻ്റ്ലി നടന്ന ട്വിറ്റർ ഹാക്ക്. വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ അക്കൗണ്ട്സ് ഹാക്ക് ചെയ്യപ്പെട്ടു. ആൻഡ് ആ പെർട്ടിക്കുലർ അറ്റംപ്റ്റ് നടന്നത് ട്വിറ്ററിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ ഹാക്ക് ചെയ്തുകൊണ്ടായിരുന്നു. കറക്റ്റ്. സോ ടെക്നോളജി എലമെൻറ്റിൽ വരുമ്പോൾ നമ്മൾ സൂമിൻ്റെയും സിസ്കോ വെബെക്സിൻ്റെ ആണെങ്കിൽ പോലും ഗൂഗിൾ മീറ്റിൻ്റെ ആണെങ്കിലും അവരുടെ ബെസ്റ്റ് പ്രാക്ടീസസിനെ നമ്മളുടെ ടീച്ചേഴ്സ് എപ്പോഴും ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ലൈക്ക് സെർട്ടൈൻ നമ്മളെ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് എന്തെല്ലാം സെക്യൂരിറ്റി മെഷേഴ്സ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. കുട്ടികൾ ജോയിൻ ചെയ്യുന്നത് പാസ്വേഡ്സ് ഇംപ്ലിമെൻറ്റ് കുട്ടികൾ ജോയിൻ ചെയ്യുന്നത് പാസ്വേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണോ, അഥവാ കുട്ടികൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ആക്സസ് ഉണ്ടോ, കുട്ടികൾക്ക് ലൈക്ക് എന്തെല്ലാം ആക്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വി ക്യാൻ സെറ്റ് സം സോർട്ട് ഓഫ് ആക്സസ് കൺട്രോൾ ഓൾസോ in these platforms. Along with that,
എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് നമ്മളുടെ ട്രെയിനേഴ്സ് സെർട്ടൈൻ പോളിസീസ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ലൈക്ക് സ്റ്റുഡൻസിൻ്റെ 2-factor authentication ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ടീച്ചേഴ്സിന് വെരിഫൈ ചെയ്യാം. സ്റ്റുഡൻസ് തന്നെയാണോ ആ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ളത് നമുക്ക് പാരൻസുമായി, ട്രെയിനേഴ്സിന് പാരൻസുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എൻഷുർ ചെയ്യാൻ സാധിക്കും. പ്ലസ് സ്റ്റുഡൻസ് ഒരു സെറ്റ് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസസ് ലൈക്ക് എൻ പോയിന്റ് സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് വെബ് ഫിൽറ്റേഴ്സ്, ഒരു സെറ്റ് ഓഫ് പോളിസി ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ട്രെയിനേഴ്സിന്. ലൈക്ക് വി ഷുഡ് ഹാവ് എ ഗൈഡ് ലൈൻ, a proper guideline to conduct online education. സ്റ്റുഡൻസ് അവരുടെ അക്കൗണ്ട്സ് 2-factor authentication എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അവരുമായോ അവരുടെ പാരൻസുമായോ വെരിഫൈ ചെയ്യാം. നമ്മളുടെ ക്ലാസ് റൂംസിലേക്ക് തന്നെ എൻ്റർ ചെയ്യേണ്ട ആളുകൾ തന്നെയാണ് എൻ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വെരിഫൈ ചെയ്യാം. അറ്റൻഡൻസ് എടുക്കുന്നതിലൂടെ നമുക്ക് മ്യൂട്ടഡായി അറ്റൻഡ് ചെയ്യുന്ന എല്ലാ അറ്റൻഡീസിനെയും വെരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്ലസ് ഈ ഓരോ ഫാക്കൽറ്റീസിൻ്റെയും സിസ്റ്റംസ് അഥവാ അവർ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഓർ അവരുടെ ഗാഡ്ജറ്റ്സ് സെക്യൂർ ആണ് എന്നുള്ളത് എൻഷുർ ചെയ്യാം. ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഓർ റെഗുലറായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഓൺലൈൻ എഡ്യൂക്കേഷൻ മീറ്റിംഗ്സിൽ മീറ്റിംഗ് ലിങ്ക്സ് റാൻഡംലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിന് മണിക്കൂറുകൾ മുമ്പ് മാത്രം ഇൻവിറ്റേഷൻ ലിങ്കുകൾ ഷെയർ ചെയ്യാം. ഇത്രയും ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വി ക്യാൻ മേക്ക് ഷുവർ വി പുട്ട് അവർ എഫേർട്സ് ടു സെക്യൂർ അവർ ഓൺലൈൻ education system. And again, no system is 100% secured against cyber attacks. സൈബർ സുരക്ഷ എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ടെക്നോളജി ഇറ്റ് സെൽഫ് ക്യാൻ സോൾവ് യുവർ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഓർ സെക്യൂരിറ്റി ചാലഞ്ചസ്. നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ പറയുന്ന 3 പില്ലേഴ്സ് ആണ് പീപ്പിൾ, പ്രോസസ്, ടെക്നോളജി. ഈ 3 എലമെൻറ്റും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് വ്യക്തമായൊരു സൈബർ സുരക്ഷ നടപടികളോ അല്ലെങ്കിൽ മുൻകരുതലുകളോ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നത്. കഴിഞ്ഞ 4 വർഷമായി റെഡ് ടീം ഹാക്കർ അക്കാഡമി പല സൈബർ അവയർനെസ് ക്യാമ്പയിൻസും നമ്മളുടെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസുമായി കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇഫ് യു ഫേസ് എനി ചാലഞ്ചസ്, നിങ്ങൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിക്കൊണ്ട് സ്റ്റുഡൻസിനോ പാരൻസിനോ അഥവാ ഫാക്കൽറ്റീസിനോ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സൈബർ ക്രൈം പോർട്ടലുണ്ട്, അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മളുടെ ജില്ലകളിൽ ഉടനീളം സൈബർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ജില്ലയിലാണോ നിങ്ങളുള്ളത് അതാത് ജില്ലകളിലെ സൈബർ സെല്ലിനെ കണക്ട് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ കേരള പോലീസിൻ്റെ തന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ സൈബർ ഡോം ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. സൈബർ ഡോമിനെ കണക്ട് ചെയ്യാം. ഫീൽ ഫ്രീ ടു കണക്ട് വിത്ത് ദ സൈബർ സെൽ ഒഫീഷ്യൽസ്. ദെൻ അവിടെ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഗൈഡൻസ് കിട്ടുന്നതാണ് എങ്ങനെ നിങ്ങൾക്ക് ലീഗലി അപ്രോച്ച് ചെയ്യാം ഇഫ് യു ഫേസ് എനി ഇഷ്യൂസ് ഫ്രം ദി സൈബർ ക്രിമിനൽസ്. സൈബർ സെക്യൂരിറ്റി എഡ്യൂക്കേഷൻ ഒഴിച്ചുകൂടാനാവാത്ത ഒരു എലമെൻ്റായി മാറിയിരിക്കുകയാണ്. ഐ ഹോപ്പ് യു ഓൾ വിൽ ഗോ ത്രൂ സം അവയർനെസ് ഓർ സൈബർ സെക്യൂരിറ്റി എഡ്യൂക്കേഷൻ ടു മേക്ക് ഷുവർ നമ്മളുടെ ഫാമിലി ഓർ നമ്മളുടെ കിഡ്സ് സുരക്ഷിതരാണ് ഓൺലൈനിൽ എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടി. സോ ഓർക്കുക, നമ്മളുടെ ഓൺലൈൻ ജീവിതത്തിൽ നമുക്ക് ചുറ്റും ഹാക്കേഴ്സും കൂടെയുണ്ട്. നമ്മൾ എങ്ങനെയാണോ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മളുടെ പേഴ്സണൽ ഹൈജീൻ കൊണ്ട് നടക്കുന്നത്, ഇതുപോലെ നമ്മളുടെ സൈബർ ജീവിതത്തിലും നമ്മൾ കുറച്ച് ഹൈജീൻ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ ബി അവെയർ, ബി അലേർട്ട്, ബി സേഫ്. താങ്ക് യു.